ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇത് സോണിയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെൻഡിഗോ മല്ലു ഫാം എന്ന യൂട്യൂബ് ചാനലാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ട്യൂസ്ഡേ മോർണിംഗിലുള്ള കുറച്ച് വിശേഷങ്ങളാണ്. ഇന്ന് കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദോശയും ഇഡ്ഡലിയുമാണ്. കാരണം ഇന്ന് ദോശമാവ് നന്നായിട്ട് പൊന്തി വന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദോശയും ഇഡ്ഡലിയൊക്കെ ഇന്ന് ഉണ്ടാക്കാമെന്ന്. കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാമല്ലോ. അപ്പോൾ അതേ ദോശമാവ് നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് കോരി ഒഴിക്കുകയാണ്. അപ്പം ഞാൻ ഇത് തലേന്ന് തന്നെ അവനിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്ത അവനിൽ ഈ ദോശമാവ് വെച്ചു. ദോശമാവ് നന്നായിട്ട് പൊന്തി ഞാൻ ട്രേക്കകത്താണ് വെച്ചിരുന്നത്. ട്രേക്കകത്ത് ഒരു ഫോയിലൊക്കെ വിരിച്ചാണ് വെച്ചിരുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് അതിനകത്ത് പൊന്തി വീണു. അത് കണ്ടപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് വന്നു. അപ്പോൾ അതേ നമ്മൾ ഇഡ്ഡലിക്കുള്ള ഓൾറെഡി അടുപ്പത്ത് വെച്ചു. ഇനി നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഞാൻ കാസ്റ്റ് അയൺ ആയതുകൊണ്ട് ഒരു പാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോഴേക്ക് ഹസ്ബൻഡ് എഴുന്നേറ്റായിരുന്നു. ഹസ്ബൻഡ് ഇതേ നമുക്ക് ടീ ഉണ്ടാക്കി തരികയാണ്. കെറ്റിൽ ടീ ആണ് നമ്മളിവിടെ പതിവായിട്ട് കുടിക്കാറ്. കാരണം നമുക്ക് അതാണ് ഈസി. അപ്പം ഇതേ കെറ്റിലിൽ ഒക്കെ വെള്ളം വെച്ചിരുന്നു. അത് ബോയിലായി. അപ്പം ഇതേ ടീ ബാഗ് കപ്പിനകത്തേക്ക് ഇട്ടിരുന്നു. അതിനകത്തേക്ക് ഈ കെറ്റിലിലെ വെള്ളം ഒഴിക്കുക, പിന്നെ കുറച്ച് മിൽക്ക് ഒഴിക്കുക. അപ്പം കെറ്റിൽ ടീ റെഡിയായി. പക്ഷേ തിളപ്പിച്ച് കുടിക്കുന്ന ടീയുടെ ടേസ്റ്റ് ഒന്നും ഈ കെറ്റിൽ ടീക്ക് ഇല്ല കേട്ടോ. പക്ഷേ നമ്മുടെ സമയവും സന്ദർഭവും അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇതേ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ദോശമാവ് ഒഴിച്ചു പരത്തി. അപ്പോൾ പാൻ കുറച്ച് ചൂട് കൂടുതലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ദോശ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റിക്കിയൊക്കെ ആയിട്ട് ആയിരിക്കുമല്ലോ കിട്ടുക. പക്ഷേ ഈ കാസ്റ്റ് അയൺ നല്ലതാണ് കേട്ടോ. നമ്മൾ സീസണിങ് നന്നായിട്ട് ചെയ്ത് വെച്ചാൽ നല്ല സൂപ്പറാണ് പാത്രം. അപ്പോൾ ഞാൻ എപ്പോഴും ആഫ്റ്റർ കുക്കിംഗ് ഓൾവേസ് എന്താ പറയുക കോയിൽ സ്പ്രേ ചെയ്ത് വയ്ക്കും. അപ്പോൾ ദേ നമ്മുടെ ദോശ പരത്തി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ദോശ എല്ലാവർക്കും രണ്ട് വശവും വേവണം. അതുകൊണ്ട് നമ്മൾ മറിച്ചിട്ട് രണ്ട് വശം വേവിച്ചതിന് ശേഷമാണ് ദോശ എടുക്കാറ്. അതിനിടയ്ക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ച ചായ കുടിക്കുന്നുണ്ട്. ദേ ഞാൻ ദോശ മറിച്ചിടാണ്. കണ്ടോ, ഒട്ടും സ്റ്റിക്കിയല്ല, നന്നായിട്ട് പെട്ടെന്ന് തന്നെ അത് പോകുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആഫ്റ്റർ കുക്കിംഗ് നമ്മൾ പാനിൽ നന്നായിട്ട് ഓയിൽ സ്പ്രേ ചെയ്ത് കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതേ നമ്മൾ സാമ്പാറൊക്കെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ്. മോർണിംഗിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പണികളൊക്കെ കഴിയും. നമ്മൾ ഒട്ടും ഹറിബറി ആവേണ്ട. അപ്പോൾ നമ്മൾ വെൽ പ്ലാൻഡ് ആണെങ്കിൽ നമുക്ക് മോർണിംഗ് വളരെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഞാൻ അവനെ ഒന്ന് കരച്ചിലൊക്കെ മാറ്റി അവനൊന്ന് സന്തോഷിപ്പിച്ച് അവനെ ഞാൻ ഒന്ന് എടുത്ത് ഒന്ന് അവിടെ ഇരുത്തിയേക്കാണ്. ഇപ്പം കണ്ടോ, സമയം ഇപ്പോൾ 7 മണി ആയിട്ടുള്ളൂ. എൻ്റെ ഓൾറെഡി കുക്കിംഗ് കഴിഞ്ഞു. ഇതേ കുഞ്ഞുവാവനെ ഞാൻ താഴെ ഇരുത്തിയേക്കാണ്. അവൻ എന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതേ ഇഡ്ഡലി നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള നല്ല ഇഡ്ഡലികളാണ്. അപ്പം ഞാനെടുത്തത് ഇഡ്ഡലി റൈസാണ്. 2 കപ്പ് ഇഡ്ഡലിക്ക് ഇഡ്ഡലി റൈസിന് 1 കപ്പ് ഉഴുന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് ഉലുവായും 1 തവി ചോറും ഇട്ട് ഒരുമിച്ച് അരച്ചെടുത്ത് വെച്ചതാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിനൊക്കെ വിളിക്കുകയാണ്. അവർ നേരം വൈകി കിടക്കുന്നതുകൊണ്ട് എപ്പോഴും അവർക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ്. കുറേ വിളിച്ചാലാണ് അവർ എഴുന്നേൽക്കുക. അപ്പോൾ അതേ എൻ്റെ ഇഡ്ഡലി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നല്ല ഗുണ്ടുമണി ഇഡ്ഡലീസാണ്. കണ്ടോ, നല്ല സൂപ്പർ ഇഡ്ഡലീസാണ്. അപ്പം നമ്മുടെ തലേദിവസത്തെ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി വെച്ചിരുന്നത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതത് സ്ഥാനത്ത് അതൊക്കെ എടുത്ത് വെക്കുകയാണ്. എനിക്ക് ബട്ടറിൻ്റെ ബോക്സ്, ഐസ്ക്രീമിൻ്റെ ബോക്സുകളൊക്കെ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അതേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ മോനെ ഞാൻ ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് അവൻ ഇഡ്ഡലീൻ്റെ ചെറിയ പീസൊക്കെ അവന് കൊടുക്കുകയാണ്. അവൻ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ വായിലേക്ക് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒക്കെ താഴേക്കാണ് പോകുന്നത്. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ റെഡിയായി സ്കൂളിൽ പോകാനായിട്ട്. പിന്നെ ഞാനാണ് സ്കൂളിലേക്ക് പിള്ളേരെ കൊണ്ടുവന്നാക്കുന്നത്. പക്ഷേ നമുക്ക് നടന്നു പോകാൻ പറ്റില്ല, നമുക്ക് ഡ്രൈവ് ചെയ്യണം. ഒരു 10 മിനിറ്റിലധികം ഡ്രൈവ് ഉണ്ട്. അപ്പം രാവിലെ എഴുന്നേറ്റ് നടന്ന് പോകാമെന്ന് പറഞ്ഞത് ഒട്ടും പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പം നമുക്ക് ഡ്രൈവ് തന്നെ വേണം കൊണ്ടുപോകാൻ. അപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറയുമായിരുന്നു, ജസ്റ്റ് ഇവിടേക്കൊന്ന് നമ്മുടെ വീടിൻ്റെ സമീപ പ്രദേശങ്ങളാണ്, ഇവിടേക്കൊന്ന് കാണിക്കാൻ പറയുമായിരുന്നു. അപ്പോൾ നമ്മൾ ബ്ലോക്കിൽ പെട്ടു. അപ്പോൾ അവിടുത്തെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ അവനൊന്ന് വീഡിയോ എടുത്ത് കാണിക്കുകയാണ്.
അങ്ങനെ നമ്മളിത് സ്കൂളിലെത്താറായി. അപ്പം സ്കൂളിലിപ്പോൾ എത്തി. കുഞ്ഞിൻ്റെ വീഡിയോ എടുത്തപ്പോൾ അവന് താല്പര്യമില്ല, അപ്പോൾ നോ നോ എന്ന് പറയാണ്. അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി. നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ഫാമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.